കൊള്ളാം, മേക്കിംഗ് അടിപൊളിയാണ്. സൂര്യ ഫാനാണ്. സൂര്യ അടിപൊളിയാണ്. എൻ്റെ ട്വിസ്റ്റ് പറയുന്നത് ശരിയില്ലല്ലോ. മേക്കിംഗ് അടിപൊളിയാണ്, മ്യൂസിക് സെറ്റാണ്. പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ 3D എഫക്ട്സ് കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട്. അതെ അതെ, അത് ബിഗ് ഫാനാണ്. അതെ അതെ അതെ, പെർഫോമൻസും ആക്ടിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. കാർത്തി അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി സസ്പെൻസ് ആയിരുന്നു, എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി സൂര്യ ഫാൻസിന് പേഴ്സണലി ഇഷ്ടപ്പെടും. അതെ അതെ, ഓക്കെ, താങ്ക് യു. പടം സൂപ്പർ ഡൂപ്പറായി. ഇത് ഇപ്രാവശ്യം കയറാണ്ടിരിക്കില്ല. ഇത് മാസമായി. കാരണം 2 മേക്ക് ഓവർ, പിന്നെ DGM, പിന്നെ അതിൻ്റെ ആ ഫൈറ്റ്. ഇത് ലെവല് വേറെ. നമ്മളെ സൂര്യയുടെ ലെവല്, സൂര്യ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് വേറെ ലെവൽ. സൂപ്പർ ഡൂപ്പർ ലെവൽ, സൂപ്പർ ഡൂപ്പർ ലെവൽ. കിടക്കാച്ച അതിന്റെ പടം സൂര്യയുടെ ജീവിതത്തിലുള്ള വെറൈറ്റി പടമായിരുന്നത്. സൂപ്പർ അടിപൊളിയുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് ഇപ്രാവശ്യം കയറും. കിടക്കാച്ചായിട്ട് മേലേക്ക് കയറും. ഇത് ഓരോന്നില്ല. സൂര്യ 2 ഗെറ്റപ്പ്, വെറൈറ്റി പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ കണ്ണീനൊക്കെ വെള്ളം വന്നു, ആ ഫീലിങ്സ് ഒക്കെ ആയിട്ട്. ഇത് ഇപ്രാവശ്യം 100-ന്റെ മേലെ റോക്കറ്റ് പോലെ കയറും. സംഗതി കിടക്കാച്ചായിട്ടുണ്ട്. കാരണം സൂര്യയുടെ ഇതില് ഇങ്ങനത്തെ വെറൈറ്റി പടം ഞാൻ ആദ്യമായിട്ട് കയറും. ഞാൻ അവിടെ സിംഗൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതിങ്ങോട്ട് മൂട് പടം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. റോമാഞ്ചം എടുത്തില്ല, കണ്ണീന് വെള്ളം വന്ന്. ഇതന്നെ ഇപ്രാവശ്യം ഇനി പാറട്ടെന്നു പറയും. എനിക്ക് നല്ല ഫീൽ ആയിട്ട് തോന്നി. ഇപ്രാവശ്യം ഇത് കയറും, കഴിച്ചിട്ടുണ്ട്. കാരണം റോമാഞ്ചം വന്നില്ല, ശരിക്കും കണ്ണിന് വന്നു. പിന്നെ 3D തന്നെ. കല്ലും ബോംബൊക്കെ ഉള്ളിലേക്ക് വന്നത്. ഒന്നും പറയണ്ട, സൂപ്പറായിട്ടുണ്ട്. പടം അത്ര പോരാ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ല. അതേപോലെ 3D എഫക്റ്റ് ഒന്നും നല്ല സൂപ്പർ അല്ല. വളരെ നമ്മൾ വിചാരിച്ചത്ര കിട്ടിയില്ല പടം. ആദ്യം നമുക്ക് കുറച്ച് ലാഗ് തോന്നും, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പേസിലേക്ക് വരും. സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, പക്ഷെ ആദ്യം കുറച്ചൊരു ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് വരുന്നത്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. പിന്നെ കങ്കുവയുടെ 2ാം ഭാഗം വരാൻ പോവുകയാണ്. ഇതിൽ അവസാനം സർപ്രൈസ് സ്റ്റാർ ഉണ്ട്, അതാണ് പറയുന്നത്. പിന്നെ ടെക്നിക്കലി സൂപ്പറാണ്, വിഷ്വലി സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ബോബിഡികൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗി ബാബു ചെയ്തിട്ടുണ്ട്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എൻ്റർടൈനറാണ്. പടം കുഴപ്പമില്ല, വാച്ചബിളാണ്. കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, പക്ഷെ ഒന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലോട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് എങ്ങനെ വരുന്നത് കണ്ടറിയാം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല സ്റ്റൺസുകൾ. അതിപ്പോൾ അടിച്ചു കഴിയുമ്പോൾ പറയാൻ പോരെ, അടിക്കാൻ സാധ്യതയുള്ള ആളെ അടിക്കട്ടെ. ഓക്കെ, പടം ரொம்ப நல்லா இருக்கு. எல்லாருக்கும் கண்டிப்பா தியேட்டറിൽ വന്ന് பார்ക്കേണ്ട പടമാണ്. സൂര്യ സാറിന്റെ ഒരു 1 man ഷോ പെർഫോമൻസ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന ഒരു തമിഴ് പടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ്, എൻഗേജിങ് ആണ്. ഫൈറ്റും റൊമാൻസും പിന്നെ കാർ ചേസിങ് എല്ലാം കൊണ്ടും തന്നെ വയലൻസും എല്ലാം കൊണ്ടും ഒരു എൻഗേജിങ് ആണ് പടം. തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് കിട്ടുന്ന പടമാണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞവർക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ പറ്റും മൂവിയാണ്. പിന്നെ സസ്പെൻസ് ഒരുപാടുണ്ട്, ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഈ തിരക്കേനെ കണ്ടാൽ അറിയാം, സൂര്യ ഫാൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ സൂര്യ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ പെർഫോമൻസ് ആണ് പടത്തിൻ്റെ വേറെ ലെവൽ. ഒരു മാജിക് തന്നെയാണ്, സൂര്യ മാജിക് തന്നെയാണ് ഈ മൂവി. ഗംഭീര പെർഫോമൻസ്. പിന്നെ ഗസ്റ്റായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ആ സസ്പെൻസ് ആണ്. എന്നാലും പടം വേറെ മൾട്ടി ലെവൽ, അടിപൊളി സിനിമ. അല്ല ആക്ടിങ് അല്ല, കഥയും കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ ഒരു പടം കണ്ടതിന്റെ ഫീല് കിട്ടുള്ളൂ. അതെനിക്ക് കിട്ടിയില്ല പടത്തിന്. എന്തായാലും അതിനൊന്നും ഞാൻ പറയല്ല. കാരണം ഇതിന് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതായത് കടലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കാട്ടിക്കൂട്ടിയതൊന്നും ഒന്നും ഒരു കറക്റ്റ് ഒരു ലെവലിലേക്കല്ല വന്നേക്കുന്നത്. എങ്ങനെ പറയുക, അതായത് ഒരു 2024 ഒരു 1070 കാലഘട്ടമാണ് കാട്ടിക്കണത്. 2 കാലഘട്ടമായിട്ട് കാട്ടിക്കുന്നത്. അത് ശരിക്കും ഒരു ഞാൻ പടത്തിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടില്ല. അതായത് മറ്റേ പോസ്റ്റേഴ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 7ാം വരവ് ആ ഒരു ലെവൽ വരുമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ ഒരു ലെവലല്ല.
ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ലാഗ് അടിച്ച് ഇരുത്തിയ ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇഷ്ടപ്പെട്ടുള്ള